പീരുമേട് എംഎൽഎ സിറിയക് തോമസ് ചക്കുവള്ളം പഞ്ചായത്തിൽ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിനായി പര്യടനം നടത്തി. 6 മൈൽ വലിയപാറയിൽ നിന്നും ആരംഭിച്ച പര്യടന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പീരുമേട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും 3ാം തവണ ജനവിധി നേടിയ അഡ്വക്കേറ്റ് സിറിയക് തോമസ് 27,000-ൽ പരം വോട്ടുകൾ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത്. മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിന്റെ ഭാഗമായാണ് ചക്കുവള്ളം പഞ്ചായത്തിൽ പര്യടനം നടത്തിയത്. പര്യടന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ ടൂറിസത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടെ സൂചിപ്പിച്ചു. നമ്മുടെ പീരുമേട് നിയോജക മണ്ഡലത്തിൽ ടൂറിസത്തിന് അനന്ത സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ മുമ്പോട്ട് കൊണ്ടുവരുന്നതിന്, അത് പ്രാവർത്തികമാക്കുന്നതിന് ഉള്ള നിതാന്ത പരിശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നതിനും ആ പ്രസംഗത്തിലൂടെ അദ്ദേഹം പരിശ്രമിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് എംഎൽഎക്ക് ലഭിച്ചത്. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സിറിയക് തോമസ് എംഎൽഎ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി. നിങ്ങൾ അങ്ങനൊരു സ്നേഹം എന്നോട് കാണിച്ചു, അതാണ് വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് ചക്കുവള്ളത്ത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി, എനിക്കൊന്ന് 20 വർഷമായിട്ട് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. പീരുമേട് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വലിയ ഭൂരിപക്ഷം 27,624 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അപ്പുകുട്ടൻ പി കെ, കോൺഗ്രസ് ചക്കുവള്ളം മണ്ഡലം പ്രസിഡന്റ് വി മുരളി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സാബു വയലിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജിമോൾ ഷിബി, വൈസ് പ്രസിഡന്റ് ബാബു കോട്ടക്കൽ, കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം തല ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.